ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അനുശോചിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. PM കിസാൻ സമ്മാൻ പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് 20,000 കോടിയിലധികം രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മണിപ്പൂരിലെ ക്രമസമാധാനം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ശ്രീലങ്കയ്ക്കും നേപ്പാളിനെതിരെ ബംഗ്ലാദേശിനും ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ സിലിഗുഡി സബ് ഡിവിഷന് കീഴിലുള്ള രംഗവാണി സ്റ്റേഷന് സമീപം ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. 30 പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിൻഭാഗത്തേക്ക് ചരക്ക് തീവണ്ടി ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. രാവിലെ 9:30 സംഭവം. രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. റെയിൽവേ, ദുരന്ത നിവാരണ സേന എന്നിവ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നും സംഭവം നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ചരക്ക് തീവണ്ടി സിഗ്നൽ തെറ്റിവന്നതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് സൂചന. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് ബംഗാളിലെ സിൽദയിലേക്ക് സർവീസ് നടത്തുന്ന 13174 നമ്പർ കാഞ്ചൻജംഗ എക്സ്പ്രസാണ് അപകടത്തിൽപ്പെട്ടത്. ട്രെയിനിന്റെ 3 കോച്ചുകൾക്ക് സാരമായി കേടുപാടുകൾ സംഭവിച്ചു. പശ്ചിമബംഗാളിൽ ട്രെയിൻ അപകടത്തിൽ അനുശോചനമറിയിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. സംഭവം വേദനാജനകമാണെന്നും ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നതായും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അപകടത്തിൽ ജീവഹാനിയുണ്ടായവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡുവിന്റെ ഭാഗമായി 20,000 കോടിയിലധികം രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. വാരണാസിയിൽ നടക്കുന്ന ചടങ്ങിൽ 9,26 ലക്ഷത്തോളം കർഷകർക്കാണ് തുക വിതരണം ചെയ്യുക. നിലവിൽ പദ്ധതിയുടെ ഭാഗമായി 11 കോടിയിലധികം കർഷകർക്കായി 3 ലക്ഷം കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. സ്വയം സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ 30,000 വനിതാ കർഷകർക്ക് കൃഷി സഖികൾക്കുള്ള സാക്ഷ്യപത്രവും പ്രധാനമന്ത്രി വിതരണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി ഉത്തർപ്രദേശും ബീഹാറും സന്ദർശിക്കും. വിശദാംശങ്ങളിലേക്ക്. നാളെ വൈകിട്ട് ശ്രീ നരേന്ദ്രമോദി ദശാശ്വമേധ് ഘട്ടിൽ ഗംഗാ ആരതിയിൽ പങ്കെടുക്കും. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും. മറ്റന്നാൾ നളന്ദ സർവകലാശാലയുടെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും. 17 രാജ്യങ്ങളുടെ പ്രതിനിധികൾ നളന്ദയിലെ ചടങ്ങിൽ പങ്കെടുക്കും. 1900 പേരെ ഉൾക്കൊള്ളിക്കാവുന്ന വിശാല ക്യാമ്പസിൽ 2 ബ്ലോക്കുകളിലായി 40 ക്ലാസ് മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 500 വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൌകര്യവും ക്യാമ്പസിൽ ഉണ്ടാകും. നെറ്റ് സീറോ ഹരിത ക്യാമ്പസ് മാതൃകയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. സൌരോർജ്ജ പ്ലാന്റ്, കുടിവെള്ള ശുചീകരണ സംവിധാനം, സ്പോർട്സ് കോംപ്ലക്സ് എന്നിവയും ക്യാമ്പസിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30 കേൾക്കാം. തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന ആദ്യ പതിപ്പായിരിക്കും ഇത്. മണിപ്പൂരിലെ ക്രമസമാധാനം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. വൈകിട്ട് ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരും വിവിധ സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 10ാം പതിപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭദ്രാസനത്തിന്റെ വീഡിയോ ക്ലിപ്പ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഭദ്രാസനം സന്ധികളെ ശക്തിപ്പെടുത്തുന്നതിനും കാൽമുട്ടിലെ വേദന കുറയ്ക്കുന്നതിനും നല്ലതാണെന്നും പ്രധാനമന്ത്രി കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഓരോ ബലിപെരുന്നാളും.
ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി മസ്ജിദ്, ഷാഹി ഈദ്ഗാഹ് എന്നിവിടങ്ങളിൽ പ്രധാന പ്രാർത്ഥനകൾ നടന്നു. പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാർ സമാധാനവും സൌഹാർദ്ദവും നിലനിർത്താനും സാഹോദര്യത്തിന്റെ മനോഭാവത്തിൽ പെരുന്നാൾ ആഘോഷിക്കാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മക്കയിലെ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ഈദ് ഉൽ അസ്ഹ എന്നറിയപ്പെടുന്ന ബലി പെരുന്നാൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാജ്യത്തെ ജനങ്ങൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും പരിത്യാഗത്തിന്റെയും ഉത്സവമാണ് ബലിപെരുന്നാളെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അവസരത്തിൽ എല്ലാ ജനങ്ങളുടെയും, പ്രത്യേകിച്ച് അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് അവർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ ആഘോഷവേളയിൽ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയായ ഐക്യം, ദയ എന്നീ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഉപരാഷ്ട്രപതി ധൻകർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതേസമയം സമൂഹത്തിലെ ഒത്തൊരുമയും സ്നേഹവും കൂടുതൽ ഉറപ്പിക്കാൻ ഈ അവസരത്തിൽ കഴിയട്ടെയെന്ന് ശ്രീ നരേന്ദ്രമോദി ആശംസിച്ചു. കുവൈറ്റിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മാത്യു തോമസിന്റെ ചെങ്ങന്നൂരിലെ വസതി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ബന്ധുക്കൾക്ക് അദ്ദേഹം ഉറപ്പു നൽകി. 30 വർഷമായി കുവൈറ്റിലെ ഷോപ്പിംഗ് മാളിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു മാത്യു തോമസ്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട അട്ടച്ചാക്കൽ സ്വദേശി സജു കുര്യന്റെ വീട്ടിലെത്തിയും ശ്രീ ജോർജ് കുര്യൻ അന്തിമോപചാരം അർപ്പിച്ചു. ജലക്ഷാമത്തിന്റെ പേരിൽ ഡൽഹി സർക്കാരിനെതിരെ ബിജെപി ഇന്ന് ദേശീയ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധിച്ചു. നിരവധി ബിജെപി നേതാക്കളും ഡൽഹി ലോക്സഭാ എംപിമാരും സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ജലമോഷണവും കരിഞ്ചന്തയും തടയുന്നതിൽ ഡൽഹി സർക്കാർ പരാജയപ്പെട്ടെന്ന് ഗീതാ കോളനി മേഖലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ആരോപിച്ചു. എന്നാൽ ബിജെപിയുടെ ആരോപണങ്ങളെ ആം ആദ്മി പാർട്ടി ശക്തമായി എതിർത്തു. ഡൽഹിയിൽ ജലക്ഷാമം വഷളാക്കുന്നതിന് ബിജെപി സജീവമായി ശ്രമിക്കുകയാണ് മുതിർന്ന AAP നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗ് ആരോപിച്ചു. കനത്ത മഴയെ തുടർന്ന് സിക്കിമിലെ മംഗൻ ജില്ലയിൽ കുടുങ്ങിക്കിടക്കുന്ന 1200-ലധികം വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഇന്ന് ആരംഭിച്ചേക്കും. കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ വിമാനമാർഗമോ റോഡ് മാർഗമോ ഒഴിപ്പിക്കൽ നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ എല്ലാ വിനോദസഞ്ചാരികളും സുരക്ഷിതരാണെന്നും ജില്ലാ ഭരണകൂടം അവർക്ക് ആവശ്യമായ താമസ സൌകര്യം ക്രമീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. മണ്ണിടിച്ചിലിനെ തുടർന്ന് 15 വിദേശികളടക്കം 1200-ലധികം വിനോദസഞ്ചാരികളാണ് ലാച്ചുങ് ടൌണിൽ കുടുങ്ങിയത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ റോഡുകൾ വൃത്തിയാക്കുന്നതിനും വടക്കൻ സിക്കിമുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അഗ്നിപഥ് പദ്ധതി സൈനിക് സമ്മാൻ എന്ന പേരിൽ പുനരാരംഭിച്ചുവെന്ന തരത്തിൽ വാട്സാപ്പിൽ പ്രചരിപ്പിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡ്യൂട്ടി കാലാവധി 7 വർഷമായി നീട്ടിയതായും 60% സ്ഥിരം ജീവനക്കാരും വരുമാന വർധനയും ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളോടെയാണ് പദ്ധതി പുനരാരംഭിച്ചതെന്നും സന്ദേശത്തിൽ അവകാശപ്പെടുന്നു. കേന്ദ്രം ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് മത്സരങ്ങളിൽ ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും ജയം. ഗ്രൂപ്പ് ഡിയിലെ പോരാട്ടത്തിൽ നേപ്പാളിനെ 21 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെ ശ്രീലങ്ക 83 റൺസിന് തോൽപ്പിച്ചു. രാത്രി നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡ് പാപ്പുവ ന്യൂ ഗിനിയയുമായി ഏറ്റുമുട്ടും. സൗദി അറേബ്യയിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് ജോർദാനിലെ 14 പൌരന്മാർ സൂര്യാഘാതമേറ്റ് മരിച്ചതായും 17 പേരെ കാണാതായതായും ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹപ്രകാരം സംസ്കരിക്കുന്നതിനോ കൊണ്ടുപോകുന്നതിനോ ഉള്ള നടപടിക്രമങ്ങളിൽ സൗദി അധികാരികളുമായി ഏകോപിപ്പിക്കുകയാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 5 ഇറാനിയൻ തീർത്ഥാടകർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി ഇറാനിയൻ റെഡ് ക്രസന്റ് സ്ഥിരീകരിച്ചു. എന്നാൽ അവരുടെ മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുജന സമ്മേളനങ്ങളിലൊന്നാണ് ഹജ്ജ്. ഈ വർഷം 1.8 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ ഹജ്ജിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് സൗദി അധികൃതർ അറിയിച്ചു. തീർത്ഥാടനം ബുധനാഴ്ച സമാപിക്കും. പശ്ചിമബംഗാളിൽ കാഞ്ചൻജംഗ എക്സ്പ്രസുമായി ചരക്ക് ട്രെയിൻ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായതായി റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒയുമായ ജയവർമ്മ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അനുശോചിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. PM കിസാൻ സമ്മാൻ പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് 20,000 കോടിയിലധികം രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മണിപ്പൂരിലെ ക്രമസമാധാനം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ.
2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ശ്രീലങ്കയ്ക്കും നേപ്പാളിനെതിരെ ബംഗ്ലാദേശിനും ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.